ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? കൊച്ചിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണം വിറ്റതിന് കടയുടമയെ അറസ്റ്റ് ചെയ്തു. കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഫുഡ് പോയിസൺ അടിച്ചതിനെ തുടർന്നാണ് പരാതി ഉയർന്നത്. അവൾ അത് വായിച്ച് വീണ്ടും നീലനെ നോക്കി. നീല, എനിക്കൊരു സംശയം. എന്ത് കുഞ്ഞ് നിനക്ക് വേണ്ടേ? നീലൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചോദിച്ചു. ഈ ഫുഡ് ഐറ്റംസ് എക്സ്പയറി ആയാൽ അത് പോയിസൺ ആകും. അപ്പോൾ പോയിസൺ എക്സ്പയറി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എൻ്റെ കുട്ടി ഇവിടെ ഇരുന്ന് അതെല്ലാം കണ്ടുപിടിക്കും. എന്തായാലും ക്ലാസ് ഒന്നും ഇല്ലല്ലോ, ഞാൻ പോയി റെഡി ആവട്ടെ. അത് പറഞ്ഞ നീല നേരെ അകത്തേക്ക് പോയി. അതിന് പിന്നാലെ അപ്പു അകത്തേക്ക് വന്നു. നീല, ഷർട്ടിൻ്റെ പട്ടിട്ടുകൊണ്ട് അവൻ മൂളി. നീ എപ്പോഴാണ് വരിക? ഉച്ചയാവും. എൻ്റെ ഒന്നുമില്ല, വേഗം വരണേ. വേഗം വരണമെങ്കിൽ ഇതേ ഇവിടെ ഒരു സാധനം തരണം. നീലൻ ചുണ്ടിൽ വിരൽ വെച്ച് പറഞ്ഞു. നീ വേഗം വരണ്ട, പതിയെ വന്നാൽ മതി. അത് പറഞ്ഞപ്പോൾ മുഖം തിരികെ നടന്ന നീലൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. എങ്ങോട്ടേ ഓടിപ്പോന്നേ? ഒന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവ് അല്ലടി, ഒരു ഉമ്മ ചോദിച്ച തന്നൂടെ? നീ വേണമെങ്കിൽ വീടും പറമ്പും നിന്റെ പേര് എഴുതി തരാൻ പറഞ്ഞു, ഞാൻ തരാം. പക്ഷെ ഉമ്മ അതെനിക്കിഷ്ടമല്ല. അവൻ്റെ പിടി അഴിച്ചു മാറ്റി. അപ്പോൾ വീണ്ടും മുന്നോട്ട് നടന്ന നീലൻ അവളെ വാതിലിലേക്ക് ചേർത്തു. ഉമ്മ ഒഴിച്ച് വേറെ എന്ത് ചോദിച്ചാലും തരുമോ? അവളുടെ കണ്ണിലേക്ക് നോക്കി നീലൻ ചോദിച്ചു. അവൾ ആകെ വല്ലാതായിപ്പോയി. അവളിൽ നിന്നും മറുപടി ലഭിക്കാത്തതിനാൽ നീലൻ ഒരു കുസൃതി ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ ചുടുനിശ്വാസം കഴുത്തിലേറ്റത് അപ്പോൾ ഒന്ന് ഉയർന്നു പോയി. നീലൻ്റെ മുഖം അവളുടെ കഴുത്തിലൂടെ ഒഴുകി നടക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിയിരുന്നു. നീല, അവളൊന്ന് നീങ്ങിയതും നീലം പെട്ടെന്ന് നിശ്ചലനായി. അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഇറുക്കെ പുണർന്നു. എൻ്റെ കുഞ്ഞ് പേടിച്ചു പോയാ? പുറത്ത് പതിയെ അവൻ തട്ടിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ ഒന്ന് മൂളി. പേടിക്കണ്ടാട്ടാ. അത് പറഞ്ഞ് അവൻ അവളെ തന്നെ ഇരുന്ന് അടർത്തി മാറ്റി. ഞാൻ പോയി വരാം, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, വീട്ടിലേക്ക് പൊക്കോളൂ. അവിടെയാണെങ്കിൽ അമ്മ ആരതി ഉണ്ടാവുമല്ലോ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അവിടെ ചെന്ന് അമ്മ വെറുതെ വഴക്ക് പറയും. അപ്പം എനിക്ക് ദേഷ്യം വരും, പിന്നെ അതൊരടിയാവും. എന്തിനാ വെറുതെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാൽ വാതിലടച്ചോ, ഞാൻ ഇറങ്ങുക. അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് നീലം പുറത്തേക്ക് ഇറങ്ങി. അവൻ ഗേറ്റ് കടന്ന് പോയത് അപ്പു വാതിലടച്ചു. ഉച്ചയ്ക്ക് നീലം വരുമ്പോൾ അപ്പു TV കാണുമായിരുന്നു. ചോറെടുക്കട്ടെ നീല? ഇപ്പോൾ വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. എന്ത് നീല, വയ്യേ? തലവേദന. നീല റൂമിൽ വന്ന് താനിട്ടിരിക്കുന്ന ഷർട്ട് അഴിച്ച് മാറ്റി ഫാനിട്ട് ബെഡിലേക്ക് കിടന്നു. നെറ്റിയിലൊരു തണുപ്പ് അനുഭവപ്പെട്ടതും അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു. വേഗം മാറുന്നില്ല. അവൻ്റെ നെറ്റിയിൽ ബാമിട്ടതുകൊണ്ട് അവൾ പറഞ്ഞു. നീ വല്ലതും കഴിച്ചോ? അവൾ തലയാട്ടി. ഇന്നവിടെ കിടക്ക്. നീലം കുറച്ച് നീങ്ങി കിടന്നുകൊണ്ട് പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ വാതിലടച്ചിട്ട് വരാം. അവൾ ഓടിച്ചെന്ന് വാതിലടച്ച് TV ഓഫ് ചെയ്ത് അവൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ ഇവിടെ കിടക്കാം, പക്ഷെ ഉമ്മ ചെയ്തത്. അത് പറഞ്ഞ് അവൾ നീലൻ്റെ അരികിലായി കിടന്നു. നീലൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അപ്പോൾ അവൻ്റെ നീ നടന്നു മാറി. എനിക്ക് നാണം വരുമോ നീല, നീ ഷർട്ട് ഇടാതെ കെട്ടിപ്പിടിക്കുമ്പോൾ? എന്നാ ഞാനിനി കെട്ടിപ്പിടിക്കില്ല, നീ ഒറ്റയ്ക്ക് കിടന്നു. അത് പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടന്നു. നീല, നീല, അവൾ അവൻ്റെ തോളി തട്ടി വിളിച്ചു. ഒരു ശല്യപ്പെടുത്താതെ പൂർണ്ണ, ഞാൻ തലവേദനിച്ചിട്ട് കിടക്കണേ. അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കൂ. ഇല്ല പ്ലീസ്. പറ്റില്ല, എനിക്ക് സൗകര്യമില്ല. പറ്റില്ലെങ്കിൽ വേണ്ടടോ, ഞാൻ പോയി TV കാണാം, നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നു. അത് പറഞ്ഞ് അവൾ ഹാളിലേക്ക് പോയി. 5 മിനിറ്റ് തികച്ചായതില്ല. പോയതിനേക്കാൾ സ്പീഡ് തിരികെ വന്നു. അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ നീലം തിരിഞ്ഞെടുക്കുന്ന ഭാഗത്തേക്ക് വന്നിരുന്നു. ശേഷം അവൻ്റെ കൈകളെടുത്ത് മുട്ടി അവൻ്റെ അരികിലായി കിടന്നു. ഉറങ്ങിയോ നീല? അവൾ പതിയെ ചോദിച്ചു. പക്ഷെ മറുപടി ഒന്നും വന്നില്ല എന്ന് കണ്ടതും കണ്ണടച്ചു കിടക്കുന്ന നീലൻ്റെ നെഞ്ചിലേക്ക് കാർത്ത് ചേർത്ത് വെച്ചു. കണ്ണുറക്കാണല്ലേ നീല? അവൾ അവനെ ഇക്കിളിയാക്കിയത് നീലം കണ്ണു തുറന്നു. അത് നിനക്കങ്ങനെ മനസ്സിലായി? നീ ഉറങ്ങുമ്പോൾ നിന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെയല്ല. അവൾ ചിരിയോടെ പറഞ്ഞ നീലനും ചിരി വന്നു. കെട്ടിപ്പിടിക്കോ നീല? ഇല്ല പ്ലീസ്. പറ്റില്ല. അത് കേട്ടതും അവൾ നെഞ്ചിന് കുറുകെ വെച്ചിരിക്കുന്ന കൈയെടുത്ത് മാറ്റി നെഞ്ചിലേക്ക് ചേർന്നു. ഇവളെ ഇന്ന് ഞാൻ
നീലൻ അവളെ ഇറുക്കി പുണർന്നുകൊണ്ട് ചെവി കടിച്ചു. ഉറങ്ങിക്കോ നീല. അവൾ നീലൻ്റെ നെറുകിൽ തലോടി. എപ്പോഴും അവർ ഇരുവരും ഉറങ്ങിപ്പോയി. നീല ഉറക്കുണരുമ്പോൾ അടുത്ത അപ്പം ഉണ്ടായിരുന്നില്ല. അവൻ എഴുന്നേറ്റ് ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേട്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു. അപ്പോൾ അവിടെ ചായ വയ്ക്കുകയാണ്. നീലൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തോളി താടി കുത്തി നിന്നു. നീല, ഓ നിനക്ക് ഇനി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ലേ? ഞാൻ മാറിയിരുന്നു. നീലൻ പെട്ടെന്ന് തന്നെ അവളെ നിന്ന് അകന്ന് മാറി. ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞ ഒരടിയൊന്നും വെച്ചാന്നുണ്ടല്ലോ. അവൾ കൈയോങ്ങി. നീലൻ അവളുടെ കൈ പിടിച്ചു. നീ എന്നെ തല്ലൂടി കുരുട്ടടക്കേ. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്